ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിക്ഷേപകർക്ക് ഭയങ്കര ഇഷ്ടമുള്ള 5 സ്റ്റോക്കുകളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഒരുപക്ഷേ നിങ്ങൾ ഈ കമ്പനികളുടെയൊക്കെ പേരുകളെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ പേരുകൾക്കപ്പുറം ഈ കമ്പനികളുടെ കണക്കുകൾ നമ്മളോട് പറയുന്നൊരു കഥയുണ്ട്. എന്താണ് ആ കഥ? നമുക്ക് നോക്കാമല്ലേ? അപ്പോ ഒരു നിക്ഷേപകൻ ഒരു സ്റ്റോക്കിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥമെന്താ? വെറുതെ അതിന്റെ വില കൂടുന്നത് കണ്ടിട്ടാണോ? അതോ വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? ശരിക്കും വിലയേക്കാൾ ഉപരിയായി പല കാര്യങ്ങളും ഇതിന് പിന്നിലുണ്ട്. അതെ, ആ ഇഷ്ടത്തിനു പിന്നില് ഓരോ കമ്പനിയുടെയും ബിസിനസ് പെർഫോമൻസിന്റെ ഒരു കിടിലൻ കഥയുണ്ടാകും. അപ്പോ ഇന്ന് നമ്മൾ അങ്ങനത്തെ 5 കഥകളാണ് കേൾക്കാൻ പോകുന്നത്. റെഡിയല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ സെഷൻ ടെക്നോളജി ലോകത്തെ ഈ വലിയ തരംഗം മുതലെടുത്ത് വളരുന്ന ചില കമ്പനികളെക്കുറിച്ചാണ്. ഈ ഡിജിറ്റൽ യുഗത്തില് അവരെങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നതെന്നും വളരുന്നതെന്നും നമുക്ക് നോക്കാം. ആദ്യത്തെ കമ്പനി കാനറീസ് ഓട്ടോമേഷൻസ്. ഇവർ ചെയ്യുന്നത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സൊല്യൂഷൻസ് കൊടുക്കുകയാണ്. സിമ്പിളായി പറഞ്ഞാൽ മറ്റ് ബിസിനസ്സുകളെ ഡിജിറ്റലായി മാറാനും വളരാനും സഹായിക്കുന്നു. നിങ്ങൾക്കറിയാലോ ഇന്നത്തെ കാലത്ത് ഇതിന് എന്തുമാത്രം ഡിമാൻഡ് ഉണ്ടാകുമെന്ന്. ഇനി ഇവരുടെ കണക്കുകൾ നോക്കിയാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. സെയിൽസ് ഗ്രോത്ത്, അതായത് വിൽപ്പനയിലെ വളർച്ച 166%. എന്നുവെച്ചാൽ വിൽപ്പന ഏകദേശം 3 ഇരട്ടിയായി എന്നർത്ഥം. ലാഭത്തിന്റെ കാര്യത്തിലോ അതും മോശമല്ല, 125% വളർച്ച. ഇത് കാണിക്കുന്നതെന്താ? ഇവരുടെ ബിസിനസ് റോക്കറ്റ് വേഗത്തിലാണ് കുതിക്കുന്നത്. അപ്പോ ഈ വിജയത്തിന്റെ രഹസ്യമെന്താ? അതവരുടെ ഹൈ മാർജിൻ സോഫ്റ്റ്വെയർ ബിസിനസ് തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ മേഖലയില് കഴിവുള്ള ആളുകളെ കിട്ടാനും കിട്ടിയവരെ കൂടെ നിർത്താനും കുറച്ചു പാടാണ്. അതവർ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. ഓക്കെ, അടുത്ത കമ്പനി ഭാരത് രോഹൻ എയർബോൺ ഇന്നൊവേഷൻസ്. ഇതൊരു അഗ്രിടെക് കമ്പനിയാണ്. അതായത് കൃഷിയിൽ ടെക്നോളജി ഉപയോഗിക്കുന്നു. എന്ത് ടെക്നോളജി എന്നല്ലേ? ഡ്രോണുകൾ. ഡ്രോൺ ഉപയോഗിച്ച് വിളകൾ നിരീക്ഷിക്കുകയും അതിൽ നിന്ന് ഡാറ്റ അനലൈസ് ചെയ്യുകയുമൊക്കെ ചെയ്യുന്ന ഒരു ഹൈടെക് പരിപാടിയാണിത്. ഇനി ഇവരുടെ കണക്കുകൾ നോക്കൂ. വിൽപ്പന 133% കൂടി, കൊള്ളാം. പക്ഷേ ലാഭത്തിലെ വളർച്ച 54% മാത്രമാണ്. ഈ സെയിൽസും പ്രോഫിറ്റും തമ്മിൽ ഇത്ര വലിയൊരു ഗ്യാപ്പ് വരാനെന്താ കാരണം? ഇതിനർത്ഥം കമ്പനി ഇപ്പോൾ വളർച്ചയ്ക്ക് വേണ്ടി വലിയ തോതിൽ പണം മുടക്കുന്നുണ്ട്. ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫേസിലാണെന്ന് പറയാം. ഇവർക്ക് അനുകൂലമായ കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, ഈ പ്രിസിഷൻ അഗ്രികൾച്ചറിന് ഡിമാൻഡ് കൂടി വരുന്നു. പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ടുമുണ്ട്. എന്നാൽ മറുവശത്ത് ഇതൊരു കാർഷിക മേഖലയല്ലേ? അപ്പോൾ പിന്നെ കൃഷി സീസണുകളെയും ഗവൺമെന്റ് പോളിസികളെയും ഒക്കെ ആശ്രയിച്ചിരിക്കും. അതൊരു റിസ്ക് തന്നെയാണ്. ശരി, ടെക് ലോകത്ത് നിന്ന് നമുക്ക് പവർ സെക്ടറിലേക്ക് വരാം. അതായത് നമ്മുടെ ഭാവിയെ ഊർജ്ജസ്വലമാക്കുന്ന എനർജി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുകയും നോക്കി നടത്തുകയും ചെയ്യുന്ന കമ്പനികളെക്കുറിച്ച് സംസാരിക്കാം. ഇതിൽ ആദ്യത്തെ കമ്പനിയാണ് ഒറിയാന പവർ. ഇവർ സോളാർ എനർജി സൊല്യൂഷൻസിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് വലിയ വലിയ കമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയൽ ക്ലയൻസിനു വേണ്ടി. ഇവിടെയും കണക്കുകൾക്കൊരു പ്രത്യേകതയുണ്ട്. വിൽപ്പനയിലെ വളർച്ച 117%, പക്ഷെ ലാഭത്തിലെ വളർച്ചയോ 149%. കണ്ടോ, വിൽപ്പനയേക്കാൾ വേഗത്തിൽ ലാഭം വളരുന്നു. ഇതിന്റെ അർത്ഥമെന്താ? കമ്പനി വളരെ എഫിഷ്യന്റായി, അതായത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. ഓരോ ഇടപാടിൽ നിന്നും അവർ കൂടുതൽ ലാഭമുണ്ടാക്കുന്നുണ്ട്. ഇവരുടെ ഒരു വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കയ്യിൽ നിറയെ ഓർഡറുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിലെ വരുമാനം ഏകദേശം ഉറപ്പാണ്. പക്ഷെ ഒരു റിസ്ക് എന്താണെന്നാൽ ഈ EPC ബിസിനസ്സിലെ ലാഭം എപ്പോഴും ഒരുപോലെ നിൽക്കില്ല. അതിൽ ചില കേറ്റിറക്കങ്ങൾ വരാം. അടുത്തത് വിലാസ് ട്രാൻസ്കോർ. നമ്മൾ അധികം കേൾക്കാത്ത പേരാണെങ്കിലും പവർ സെക്ടറിലെ ഒരു പ്രധാന കളിക്കാരനാണ്. നമ്മുടെ ഇലക്ട്രിക് ഗ്രിഡിലുള്ള പവർ ട്രാൻസ്ഫോമറുകളില്ലേ, അതിനുവേണ്ടിയുള്ള ഘടകങ്ങളുണ്ടാക്കുന്നവരാണിവർ. ഇവിടെയും നമ്മൾ നേരത്തെ കണ്ട അതേ ട്രെൻഡ് കാണാം. വിൽപ്പന വളർന്നത് 41%, പക്ഷെ ലാഭം വളർന്നതോ 71%. വീണ്ടും വിൽപ്പനയേക്കാൾ വേഗത്തിൽ ലാഭം വളരുന്നു. ഇത് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി കൂടുന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഇവരുടെ ഭാവി ശോഭനമാണ്. കാരണം നമ്മുടെ രാജ്യത്തെ പവർ ഗ്രിഡുകളൊക്കെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഡിമാൻഡിന് ഒരു കുറവും ഉണ്ടാവില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇവർ മറ്റു ബിസിനസ്സുകൾക്കാണ് സാധനങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ പേയ്മെന്റ് കിട്ടാൻ ചിലപ്പോൾ കുറച്ച് താമസം വരും. അതൊരു വെല്ലുവിളി തന്നെയാണ്. ശരി, ഇനി നമ്മളെ ലിസ്റ്റിലെ അവസാനത്തെ കമ്പനി. ഇതൊരു സൈക്ലിക്കൽ ബിസിനസ്സാണ്. അതായത് ഡിമാൻഡ് എപ്പോഴും ഒരുപോലെ അല്ലാത്തൊരു ബിസിനസ്. ഏതാണെന്ന് നോക്കാം. കമ്പനിയുടെ പേര് ഓസ്വാൾഡ് പമ്പ്സ് ലിമിറ്റഡ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇവർ പമ്പുകളാണ് ഉണ്ടാക്കുന്നത്.
കൃഷിക്കും വ്യവസായങ്ങൾക്കുമൊക്കെ വേണ്ടിയുള്ള പമ്പുകൾ നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ അടിസ്ഥാന മേഖലകളുമായി നേരിട്ട് ബന്ധമുള്ള ഒരു ബിസിനസ്സാണിത്. ഇവരുടെ വാർഷിക വളർച്ച നോക്കിയാൽ അടിപൊളിയാണ്. വിൽപ്പന 74%, ലാഭം 48% കൂടി. പക്ഷേ ഓരോ 3 മാസം കൂടുമ്പോഴുമുള്ള കണക്കുകൾ നോക്കിയാൽ അത്ര സ്ഥിരത കാണില്ല. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇവരുടെ ബിസിനസ് കുറച്ച് സീസണലാണ്. ചില കാലങ്ങളിൽ കൂടുതൽ കച്ചവടം നടക്കും. മാർക്കറ്റില് ഇവർക്കൊരു നല്ല പേരും സ്ഥാനവുമുണ്ട്. അതൊരു വലിയ നേട്ടമാണ്. പക്ഷെ ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അതായത് സ്റ്റോക്ക് വെക്കാനും മറ്റ് ദൈനംദിന കാര്യങ്ങൾ നടത്താനുമൊക്കെയായി എപ്പോഴും കയ്യിൽ നല്ലൊരു തുക വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ 5 കമ്പനികളെയും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ച് നോക്കാം. എന്താണ് നമുക്കിതിൽ നിന്നും പഠിക്കാൻ പറ്റുന്ന വലിയ പാഠം? നമ്മൾ കണ്ടതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. വളർച്ചയ്ക്ക് പ്രധാനമായും 2 വഴികളുണ്ട്. ഒന്നാമത്തേത് വരുമാനം കൂട്ടുക, അതായത് അതിവേഗം ബിസിനസ് വലുതാക്കി മാർക്കറ്റ് പിടിക്കുക. രണ്ടാമത്തേത് മാർജിൻ കൂട്ടുക, അതായത് കാര്യക്ഷമത വർദ്ധിപ്പിച്ച് ഉള്ള ബിസിനസ്സിൽ നിന്ന് കൂടുതൽ ലാഭമുണ്ടാക്കുക. ദാ ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. ഒറ്റ നോട്ടത്തിലെല്ലാം മനസ്സിലാവും. ഒരു വശത്ത് കാനറീസിനെ പോലെ വിൽപ്പനയിൽ അതിവേഗം കുതിക്കുന്ന കമ്പനികൾ, മറുവശത്ത് ഒറിയാന പവറിനെയും വിലാസ് ട്രാൻസ്കോറിനെയും പോലെ ലാഭം കൂട്ടുന്നതിലും മിടുക്ക് കാണിക്കുന്നവർ. ഓരോന്നിന്റെയും കഥ വേറെ വേറെയാണല്ലേ? അപ്പോ നമ്മൾ കണ്ടത് പലതരം വളർച്ചാ കഥകളാണ്. ഓരോന്നിനും അതിൻ്റെതായൊരു ഭംഗിയുണ്ട്. ഇനി ചോദ്യം നിങ്ങളോടാണ്. നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടം? അതിവേഗം മാർക്കറ്റ് പിടിക്കുന്ന ഒരു കമ്പനിയാണോ, അതോ ലാഭമുണ്ടാക്കുന്ന കലയിൽ മിടുക്ക് കാണിക്കുന്ന ഒരു കമ്പനിയാണോ? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഒരു ചോദ്യത്തോടെ നമുക്കിന്നത്തേക്ക് നിർത്താം.